ഹായ് മിട്ടു. എവിടെയാ? ഞാനുണ്ട് ഇവിടെ, വീട്ടിലുണ്ട്. അതെ, നേരത്തെ വന്നിട്ട് എന്തോ ഓടിക്കളഞ്ഞേ? അശ്ശേ, ആ പുള്ളിക്കാരനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്നേ. ഈ കാണുന്ന വണ്ണവും പൊക്കമൊക്കെ മാത്രമേ ഉള്ളൂ. ആ പിന്നെ മിട്ടു കാക്കനാട് വിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് വായോ. അല്ല, നേരത്തെ വന്നപ്പോ അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അത് മാത്രല്ല, അമ്മുമ്മേനെയും കേശുവിനെയും പാറുവിനെയും ഒക്കെ കാണാലോ. ആ ഓക്കെ. അയ്യോ, എന്റെ കെട്ടിയോ വന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാ മതിയോ? ഞാൻ വിളിക്കുമ്പോ എടുക്കണേ മിട്ടു. ഓ ശരി. ഒന്നുമില്ല. എന്താ ലച്ചൂസിന്? ഒന്നുമില്ല. ആ എന്തെങ്കിലും പറയാനെങ്കിൽ പറ സിദ്ധു. വെറുതെ ലച്ചൂസേ കിച്ചൂസ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാണ്ട് എനിക്കൊരു പണിയുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്നാ പിന്നെ സംസാരിക്കേ. അല്ലേ വേണ്ട. സിദ്ധു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ വേണ്ട. അല്ല, പറയാൻ വന്ന കാര്യം പറഞ്ഞു, കുഴപ്പമില്ല. ഞാനെല്ലാം കേൾക്കാമല്ലോ, പറഞ്ഞു. സിദ്ധു, നിനക്ക് ശരിക്കും എന്നെ സംശയമുണ്ടോ? അങ്ങനെ സംശയമായിട്ടൊന്നുമില്ല. പക്ഷെ അവന്ന കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ കാര്യം പറഞ്ഞപ്പോ എന്ത് കാര്യം? ഞാൻ നാട്ടില് ലീവിന് വരാൻ ലേറ്റ് ആകുവാണെങ്കിൽ ലച്ചൂസ് അവനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ തലയിലൊരു ഇടുത്തി വന്ന് വീണ പോലെ ആയിപ്പോയി. മൊത്തത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഒന്നും മനസ്സിലായി. കയ്യിന്ന് പോയി. എന്റെ സിദ്ധു, അത് അവർക്കൊരബദ്ധം പറ്റിയതാ. അവരച്ഛനും മോനും കൂടെ ആള് മാറി പെണ്ണ് കാണാൻ വന്നതാണ്. വേറെ ഏതോ വഴിക്ക് പോകാൻ വേണ്ടി നിന്നവര് കേറി വന്നത് ഇങ്ങോട്ട്. ശരിക്കും? പിന്നല്ലാണ്ട്. എടാ ശരിക്കൂന്ന്, ആ മഠമായ സ്ഥലം മാറി വന്നതാ. എന്റെ സിദ്ധു, കഴിഞ്ഞ ദിവസം നീ എന്റെ അടുത്ത് പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്. നീയും കല്ലുമാണ് എന്റെ ജീവിതം. നീയും കഥ, ഞാൻ ഉലകം. ചിരിക്കണോക്ക്. ആരടി പൊക്കായിട്ട് വന്നേക്ക മണ്ടൻ കൊണാപ്പി. ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വരുന്നു.